കള്ളന്മാരുടെയും പോക്കറ്റടിക്കാരുടെയും ക്രിമിനലുകളുടെയും ഒരു കൂടാരത്തിനുള്ളിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർക്കെല്ലാം പരസ്പരം പരിചയപ്പെടാനും ഇടപഴകാനുമുള്ള അപൂർവ അവസരമാണ് ജയിലിനുള്ളിൽ ലഭിക്കുന്നത്. അങ്ങനെ ഇവിടെ വച്ച് ഞാൻ പരിചയപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാണ് പോക്കറ്റടിക്കാരൻ ബാബു. ബാബു ഒരു ഗുണ്ടാഗാങ്ങിന്റെ തലവൻ കൂടിയാണ്. എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ബാബുവിനോട് വിസ്തരിച്ചു പറഞ്ഞു. എന്റെ കഥകളെല്ലാം കേട്ട ബാബുവിന് എന്നോടെന്തോ മനസ്സലിവ് തോന്നിയിരിക്കണം. എനിക്ക് ചില വാഗ്ദാനങ്ങളെല്ലാം നൽകിയതിനു ശേഷമാണ് അയാൾ ജാമ്യത്തിലിറങ്ങിയത്. ബാബു വാക്കുപാലിച്ചു. അയാൾ പുറത്തിറങ്ങിയ ഉടൻ തന്നെ എന്നെ ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. എന്റെ മനസ്സിനുള്ളിലെ പ്രതികാരത്തിന്റെ കനൽ ജ്വലിച്ചു. എന്നെ കള്ളനാക്കിയ ഹോട്ടൽ മുതലാളിയോടുള്ള പ്രതികാരം തീർക്കുക, അതുമാത്രമായി എന്റെ ലക്ഷ്യം. ശക്തനായ ബാബുവിന്റെ ഗുണ്ടാസംഘത്തോടൊപ്പം ഞങ്ങൾ ഹോട്ടലിലേക്ക് മാർച്ച് ചെയ്തു. അതൊരു പെരുക്കമായിരുന്നു. ഒരു കൊടുങ്കാറ്റുപോലെ ഞങ്ങൾ ഹോട്ടലിനുള്ളിലേക്ക് ഇരച്ചു കയറി. കണ്ണിൽ കണ്ടതെല്ലാം തല്ലിത്തകർത്തു. ചില്ലലമാരകൾ തറയിൽ വീണു പൊട്ടിച്ചിതറി. പ്ലേറ്റുകളും ഗ്ലാസുകളുമെല്ലാം വായുവിലൂടെ തലങ്ങും വിലങ്ങും പറന്നു കളിച്ചു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ ഹോട്ടൽ ഞങ്ങൾ തരിപ്പണമാക്കി പൊളിച്ചടുക്കി. തകർന്ന മേശകളുടെയും കസേരകളുടെയും ഇടയിൽ ഒളിഞ്ഞിരുന്ന ഹോട്ടൽ മുതലാളിയെ ബാബു കുത്തിന് പിടിച്ച് വായുവിലേക്കുയർത്തി. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചാൽ അനുഭവം ഇതായിരിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് അയാളെ നിലത്തേക്കെറിഞ്ഞു. ബാബുവിനെ അനുഗമിച്ചുകൊണ്ട് എല്ലാവരും പുറത്തേക്കിറങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ബാബു എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ദാസ്, നീ ഇനി ഞങ്ങളോടൊപ്പം വരണ്ട. ചിലപ്പോൾ പോലീസ് നിന്നെ വീണ്ടും അറസ്റ്റ് ചെയ്തേക്കാം. എത്രയും വേഗം എങ്ങോട്ടെങ്കിലും സ്ഥലം വിട്ടോ, അതാ നല്ലത്. 25 രൂപ എന്റെ പോക്കറ്റിലിട്ട് തന്നുകൊണ്ട് നല്ലവനായ ആ പോക്കറ്റടിക്കാരൻ എന്നെ യാത്രയാക്കി. ഞാൻ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ബോംബെക്കുള്ള ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. ട്രെയിനിന്റെ ഒരു ബോഗിക്ക് മുന്നിൽ കുറെ ചെറുപ്പക്കാർ ക്യൂ ആയി അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാളക്കാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത ഒരു കമ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരായിരുന്നു അവർ. അവർക്കാർക്കും തന്നെ പരസ്പരം പരിചയമുണ്ടായിരുന്നില്ല. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഞാനും അവരിലൊരാളായി അവരോടൊപ്പം കമ്പാർട്ട്മെന്റിനുള്ളിൽ കയറിപ്പറ്റി. ട്രെയിൻ മദിരാശി നഗരത്തിന് സലാം പറഞ്ഞുകൊണ്ട് ബോംബെ എന്ന മഹാനഗരത്തിലേക്ക് ചൂളമടിച്ചു പാഞ്ഞു. Thank you for watching. Stay tuned for the next episode. Goodbye.